നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായിട്ട് ഏകദേശം 11 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോഴും യാതൊരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല അടുത്ത ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കുട്ടിയെ കാണാതായിട്ടുള്ള പുലർച്ചെ 1 മണി മുതൽ തന്നെ പോലീസും ഇതുവരെയായിട്ട് അന്വേഷണം വലിയ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. കൂടുതൽ സംഘങ്ങൾ തിരച്ചിലായി എത്തിക്കഴിഞ്ഞു. പരിസരങ്ങളിലും മാത്രമല്ല അടുത്ത ജില്ലകളിലേക്കും മറ്റു വാഹനങ്ങളിലും CCTV കേന്ദ്രീകരിച്ച് എല്ലാം തന്നെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പോലീസിന് യാതൊരു തരത്തിലുള്ള തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ആലുവയിൽ ഇത്തരത്തിലൊരു കുഞ്ഞിനെ കാണാതായിട്ട് പിന്നീട് ആ കുഞ്ഞ് കൊല്ലപ്പെട്ട മരണവാർത്തയായിരുന്നു നമ്മൾ കേട്ടത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇപ്പോഴും മുക്തിയായിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും 2 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഏറെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ബ്രഹ്മോസിന് അടുത്താണ് നാടോടികൾ റോഡരികിൽ ടെന്റ് കെട്ടി ഇത്തരത്തിൽ കിടന്നിരുന്നത്. വിമാനത്താവളവും റോഡും റെയിൽവേ ട്രാക്കും സമാന്തരമായി പോകുന്ന അതിസുപ്രധാന മേഖലയാണ് ഓൾ സയൻസ് കോളേജിനടുത്തുള്ളത്. ശംഖുമുഖം കടൽ കഴിഞ്ഞാൽ വിമാനത്താവളം, അത് കഴിഞ്ഞ് VSSC പോലുള്ള സുപ്രധാന സ്ഥലത്തേക്ക് പോകാനുള്ള റോഡ്, തൊട്ടടുത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള റെയിൽപാതയും ഈ സ്ഥലത്തായിരുന്നു ഏറെ കാലമായി ഈ നാടോടി കുടുംബത്തിന്റെ അന്തിയുറക്കം. ടൈറ്റാനിയം പോലുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഓൾ സയൻസ് കോളേജിന്റെ ഗേറ്റും എല്ലാം ഇവിടെയാണ്. എന്നാൽ മാഫിയ സംഘങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇത്. എയർപോർട്ട് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടക്കുന്ന ഈ പ്രദേശത്ത് പോലീസിന് പോലും പരിശോധനകൾ നടത്തുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. കഞ്ചാവ് ലഹരിയും എല്ലാം നിറയുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ. റെയിൽവേയുടെ സ്ഥലത്തും ചതുപ്പും കാടുമൂടിയ പ്രദേശങ്ങളും ഏറെയാണ് ഈ ഭാഗത്ത്. ഈ പ്രദേശത്തു നിന്നും പാതിരാത്രി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞിനെ കിട്ടുവാനായിട്ട്. 15ഓളം നാടോടികളാണ് ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. തേനടക്കം ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന സംഘത്തിലെ കുട്ടിയാണ് കാണാതായത്. കുട്ടിയുടെ അച്ഛൻ നൽകിയ മൊഴിയും ഇതിൽ വ്യക്തമല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു എന്നതാണ് സൂചന. സിനിമാ സ്റ്റൈലിലെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന സംഘങ്ങളും ഈ പ്രദേശത്ത് ഏറെയുണ്ട്. ഡോളർ ഇടപാട് സംഘങ്ങളും സജീവമാണ്. ബ്രഹ്മോസും വിമാനത്താവളം എല്ലാം ഉണ്ടെങ്കിലും പേട്ടയുടെയും ശംഖുമുഖത്തിന്റെയും പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എന്തും ഏതും നടക്കും. അതുകൊണ്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പരാതിയെ പോലീസ് ഗൗരവത്തോടെ കണ്ടത്. നിരവധി നാടോടി സംഘങ്ങളാണ് ഇവിടെയുള്ളത്. നാടോടി ദമ്പതിമാരുടെ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് കാണാതായത്. പോലീസ് പരിശോധന നടത്തിവരികയാണ്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ കുട്ടിയാണ് കാണാതായത്. ഇത്തരത്തിൽ സഹോദരങ്ങളുടെ ഒപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെയാണ് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ട് കാണാതായത്. തുടർന്ന് അവർ ബഹളം വെക്കുകയായിരുന്നു. ഉടനെ നാട്ടുകാരെത്തി പിന്നീട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് ഉടൻ സ്ഥലത്തെത്തുകയും പിന്നീട് ആ നിമിഷം മുതൽ തന്നെ പോലീസും നല്ല രീതിയിൽ തന്നെ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ മറ്റും കുട്ടിയുടെ ചിത്രങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുന്നവർ പോലീസ് സ്റ്റേഷൻ നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നുള്ള മുന്നറിയിപ്പും നടത്തിയിട്ടുണ്ട്. തീവണ്ടിയിലും മറ്റും കുട്ടിയെ കടത്താനുള്ള സാധ്യത മനസ്സിലാക്കി അയൽ ജില്ലകളിലേക്കും അതുപോലെ തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലടക്കം പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്.